അപ്പൊ നമ്മളൊരു സാധനത്തിനെ കണ്ടൊരു ബിഗ് ഗൈസ്. അപ്പൊ ആന പോവാണ്. ആനേനെ കാണാൻ വേണ്ടി ഇവിടെ എന്തോരം പേരുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. ഇവരൊക്കെ ആനേനെ കാണാൻ വേണ്ടി നിൽക്കുന്നതാണ്. ഇവിടെ നോക്കുമ്പോ എല്ലാവരും വീഡിയോ എടുക്കാറുണ്ട്. നോക്കുമ്പോ ആരാ ഇവിടെ ആസിഫ് അലി ഇവിടെ നിൽക്കുന്നു. ആസിഫ് അലി ആണെങ്കിൽ ഇവിടെ ചെരിഞ്ഞും കമന്നും കിടന്ന് ഫോട്ടോഷൂട്ട്. ഇവിടെ ക്യാമറമാന് 2 പേരുണ്ട്, ആദിലും നബീലൊക്കെ. കണ്ട പേര് ആസിഫ് അലിയുടെ തനി നടത്താം. ചേട്ടാ ഒരു സെൽഫി, ചേട്ടാ ഒരു സെൽഫി. എല്ലാരും ഫാൻസാണ് ആസിഫ് അലിയുടെ ഫോട്ടോ എടുക്കാൻ. എല്ലാവരും ആനയുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കണമെന്ന്. പക്ഷെ ആന പോയി. ഞങ്ങൾ ഈ ആന വെച്ച് അഡ്ജസ്റ്റ് ചെയ്തേക്കാണ്. ഒരു ആനയല്ല, 2 ആനയുണ്ട്. ഇപ്പൊ സീലിൽ നിൽക്ക്. 2 ആനക്കുട്ടികളെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഹാപ്പി ആയില്ലേ? ഹാപ്പി. ബസ്സിന്റെ അവിടെ എത്തി. അപ്പൊ ബസ്സിന്റെ ഇവിടെ എത്തി. ഇവിടെ കടികളൊക്കെ കിട്ടും, കുഞ്ഞു കുഞ്ഞു കടികളാണ്. ഇവിടെ രാവിലെ തന്നെ ഇപ്പൊ സമയം ഇപ്പൊ എത്ര? 3 മണി ആയിട്ടുള്ളൂ. 3 മണിക്ക് ഇവിടെ സമൂസ ബോണ്ടയും എല്ലാം ഉണ്ട്. അപ്പൊ നമ്മള് ഇവിടെ യൂട്യൂബ് ചാനലിലൊക്കെ ചാടിപ്പോ ഞാൻ. ഓക്കെ, ഞങ്ങളുടെ ഒരു വ്യൂ കാണിച്ചു തരാം. എവിടെയൊക്കെ കണ്ടോ? അവിടെയൊക്കെ ഞങ്ങളുടെ റൂം എന്ന് പറയണത് ഇവിടെയാണ്. ഇതൊക്കെയാണ് റൂം. അപ്പൊ ഞങ്ങള് ഇവിടെ പൊടിയുടെ മഴയുണ്ട്. ഇങ്ങനെ കുഞ്ഞു 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 സ്പ്രേ പോലത്തെ മഴ. പിന്നെ ഭയങ്കര തണുപ്പാണ്. അപ്പൊ ഇവിടെ എല്ലാവരും ഉണ്ട്. എല്ലാവരും ബസ്സിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ 7 മണിക്ക് എത്തുമെന്ന് പറഞ്ഞിട്ട് ഇവിടെ കറക്റ്റ് ഒരു 6:45 എത്തി. നല്ല രസമുണ്ട്, നല്ല തണുപ്പൊക്കെ ഉണ്ട്. ഓക്കെ ഗൈസ്, നല്ല രസമുണ്ട് ഇതൊക്കെ കാണാൻ. ഇത് ക്യാരറ്റ് കൃഷിയാണ്. നമുക്ക് വേണമെങ്കിൽ ക്യാരറ്റ് പറിക്കാം. നമ്മൾ നിക്കണ ഫ്രഷ് ചെയ്യുന്നത് ഇവിടെയാണ്. ഇവിടെ എല്ലാവരും ഇങ്ങനെ ഇറങ്ങി വന്നിരിക്കുക. ഫസ്റ്റ് ഗുഡ് മോർണിംഗ്. അഫീന പുറത്തിറങ്ങിയിട്ടുള്ള സീനാണ്. അഫീന നിന്ന് കാണിക്കണ നോക്ക്. അഫീന ഇവിടെ അത്രക്ക് തണുപ്പാണ്. ഇവിടെ അത്രയും തണുപ്പായതുകൊണ്ട് അഫീന നീ ഉള്ളി തന്നെ ഇരുന്നോ? മുറിയപ്പോ തന്നെ വീടുകൾ ഇരിക്കണം. നോക്ക്, നമ്മൾ ബിസ്ക്കറ്റ് അടുക്കി പെറുക്കി വെച്ച പോലെയാണ് ഇവിടെ വീടുകൾ ഇരിക്കുന്നത്. പക്ഷെ നല്ല രസമുണ്ട് കാണാൻ. ഇവിടേക്ക് ഇവർ കൃഷി ചെയ്യാൻ പോണുള്ളൂ. ഇവിടെ എന്തൊക്കെയോ ക്യാബേജ്, വെണ്ടയ്ക്കോ എന്തൊക്കെയോ കൃഷി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെ, ഇതാണ് വീടുകൾ. ഇവിടെയൊക്കെ നല്ല രസമുണ്ട്. കുറേ വീടുകളുണ്ട്. ഇവർക്ക് അയൽവക്കക്കാർ കുറേ പേരുണ്ടാവും. കാരണം വെച്ചാൽ അത്രയും വീടുകളാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെയൊക്കെ. കുറേ ഇതിൻ്റെ വീടുകളുടെ ഇടയിൽ തന്നെയാണ് അമ്പലവും എല്ലാം കൂടി കൂട്ടി കുഴച്ച് വെച്ചേക്കാണ് ഇവരിവിടെ. കണ്ട. അപ്പം ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത് ഇവിടെയാണ്. ഓക്കെ, റൂം മാറിപ്പോയി. ഇപ്പോഴാകെ പ്രശ്നവും. റൂം മാറിപ്പോയി. റൂം ഇതൊരു ഇല്ലാത്ത റൂം. ഇവിടെ റൂം മാറിപ്പോയി ഗൈസ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും സ്പേസ് ഇല്ല. ടി വി ഉണ്ടായോ? ടി വി ഉണ്ട്. കണ്ണാടിയുടെ ഒക്കെ ഒരു കോലം നോക്കുന്നത് ആരും തുടച്ച് കൈകൊണ്ട് തുടച്ച് വെച്ചേക്കാം ഗൈസ്. അപ്പൊ നമ്മളുടെ ഫസ്റ്റ് റൂം പൊട്ടത്തെറ്റായിപ്പോയി. അതായത് ഫസ്റ്റ് റൂം അത്ര വൃത്തി ഉണ്ടായില്ല, ഒരു സെറ്റപ്പ് തോന്നിയില്ല. അപ്പൊ നമ്മൾ സെക്കൻഡ് റൂം കണ്ടുപിടിച്ച് സെക്കൻഡ് റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വന്നിറങ്ങിയപ്പോൾ തന്നെ നമുക്ക് ഫുൾ ഫ്ലോപ്പാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറങ്ങിയത് തന്നെ ഭയങ്കര ഇതായിപ്പോയി. അതായത് റൂം കൊള്ളാത്ത കിട്ടി. ഇനിയിപ്പോൾ അടുത്ത റൂം കണ്ടുപിടിക്കാൻ വേണ്ടി പോയത് എല്ലാവരും ഇങ്ങനെ താഴത്തേക്ക് പോകണം. അപ്പം ഞങ്ങൾ ഫസ്റ്റ് പോകണം എന്തിനാ വെച്ചാൽ നല്ല റൂം നോക്കി എടുക്കാനാണ്. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പം നമ്മളെല്ലാവരും റെഡി ആയി കഴിഞ്ഞു. അപ്പം നമ്മൾ ഇനി റെഡിയായി. ഇനി നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നത്? ഫുഡ്. ഇവിടെ എന്താ ഫുഡ് നമുക്ക് അറിയില്ല. എന്ത് ഫുഡ് ആയിരിക്കും? നീ ഗസ്റ്റ് ചെയ്യാം. ദോശയും ചമ്മന്തിയൊക്കെയാണ്. അപ്പോൾ ക്യൂ ആണ്, ബൊഫേ ആണ്. ഇവിടെ ക്യൂ ആണ്, ബൊഫേ ആണ്. എല്ലാവരും നല്ല തിരക്കിലാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി. ഭയങ്കര വലിയ ക്യൂ ആണ്. നമുക്ക് എന്താ ഫുഡ് എന്നൊന്ന് നോക്കാം. ഇതാണ് ഫുഡ് ഇവിടുത്തെ. അതായത് പൂരി, ചമ്മന്തി, കറികളൊക്കെയാണ് ഇവിടെ ഫുഡ്. ഓക്കെ, കറിയും ചമ്മന്തിയും കാണാൻ നല്ല രസമുണ്ട്. എല്ലാവരും ക്യൂലാണ് ഇവിടെ. നമുക്ക് ഫുഡ് കിട്ടി.
സമയൊക്കെ റെഡി ആയി വന്നുള്ളൂ. ഫുഡ് കിട്ടി. ഫുഡിന്റെ ഇവിടെ ഉള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ പൂരി, ചമ്മന്തി, 2 ടൈപ്പ് ചമ്മന്തി ഉണ്ട്, യെല്ലോ കറി ഉണ്ട് ആൻഡ് സാമ്പാർ. ഇത്രയും കറികളാണ് ഇവിടെ ഉള്ളത്. കുഴപ്പമില്ല കണ്ടിട്ട്. ഇനി ടേസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെയുണ്ട്. വിഷ്ണു എങ്ങനെയുണ്ടായി ചായ? രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ സൂപ്പറായിരുന്നു. ഉച്ചയ്ക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അപ്പൊ നല്ല ചായ ആയിരുന്നു. ഇവിടെ ഉവൈസ് ഒക്കെ ഉണ്ട്. വാവ്, ഉവൈസ് നോക്കട്ടെ. ചായയുടെ രുചി കുറയും. ഇപ്പൊ ഞങ്ങൾ ഊട്ടിയിലായതുകൊണ്ട് ചായയുടെ രുചി കൂടിയെന്നാണ് ഇവർ പറയുന്നത്. ഇവിടെ ബാക്കി എല്ലാവരും ഫുഡ് കഴിക്കാണ്. നമ്മൾ സ്ഥലത്തെത്തി. ഇതാണ് നമ്മുടെ ലൊക്കേഷൻ. ഇത് ഷൂട്ടിംഗ് പോയിന്റ് ആണ്. ഇതെല്ലാവരും ഇവിടെ കയറാൻ വേണ്ടി നിൽക്കാണ്. ഇവിടെ കുതിരയൊക്കെ ഉണ്ട്. കുറേ ടൂറിസ്റ്റ് ആൾക്കാരുണ്ട് ഇവിടെ. കണ്ട കുറേ പേരുണ്ട് ഇവിടെ. നമ്മുടെ പിള്ളേരെല്ലാവരും ഇവിടെ നിൽക്കുന്നുണ്ട്. കണ്ട അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറണം. ഇനി അവിടെ ചെന്നാലാണ് വ്യൂ കാണാൻ പറ്റുള്ളൂ എന്താന്ന്. അപ്പൊ നമുക്ക് കാണാം. അപ്പൊ നമ്മള് നമ്മുടെ ലൊക്കേഷൻ, ഫസ്റ്റ് ലൊക്കേഷനിലെത്തി. വിഷ്ണു എന്താ പറയാ, ഷൂട്ടിംഗ് പോയിന്റ് നമ്മൾ കാണും. അപ്പൊ നമ്മൾ കാണുമ്പോ നമുക്ക് വീഡിയോയും ഫോട്ടോസ് ഒക്കെ എടുക്കാം. ഇവിടെ നല്ല തണുപ്പൊക്കെയാണ് അല്ലേ? എന്തായാലും നിങ്ങളിവിടെ വന്യം ചിലവർ കൂട്ടിൽ വന്നെങ്കിലും ഈ സ്ഥലത്ത് വരാൻ ചാൻസ് കുറവായിരിക്കും അല്ലേ? എല്ലാവരോടും ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് വരും. എല്ലാം ഓരോന്നോരോന്നായിട്ട് ഞങ്ങൾ വ്ലോഗ് 1, 2, 3 എന്ന് പറഞ്ഞിങ്ങനെ തുടരാൻ കാണാം. സബ്സ്ക്രൈബ് ചെയ്യുക, അത് പറയൂ നിങ്ങൾ. കമന്റ് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് അടിക്കുക. ഇവിടെ നമ്മൾ ബില്ല് കൊടുക്കണം. ബില്ല് കൊടുത്താലാണ് നമ്മളെ കയറ്റി വിടുള്ളൂ. ഓക്കെ, ഇതാണ് നമ്മുടെ വ്യൂ. കണ്ട ഇടിയടി നീ. ഇതാണ് വ്യൂ. ശരിക്കും നല്ല കാറ്റും തണുപ്പും, ഒരു ഇളം കാറ്റും തണുപ്പുണ്ട്. അതിൽ കൂടെ ഇങ്ങനെ ആൾക്കാർക്ക് ഇങ്ങനെ വാക്കിങ് ചെയ്യാം. കുറച്ച് നമുക്ക് ഇങ്ങനെ റെസ്റ്റ് എടുക്കാം, ഇരിക്കാം ഒക്കെ ചെയ്യാം. ചാനൊക്കെ ഉണ്ടാവും, സൂക്ഷിക്കണം. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടതാണ് ഇവിടുത്തെ വ്യൂ. ഇവിടേക്ക് എല്ലാവരും വരുന്നുണ്ട്. ഇവിടെ നല്ല കാറ്റാണ്. എല്ലാവരും പറഞ്ഞത് നല്ലൊരു തണുത്ത കാറ്റാണ്. നമ്മുടെ ചെക്കന്മാര് പോണ് ഫ്രീക്ക് ഡാൻസ് ഒക്കെ കളിച്ച് പോവാറ്. നല്ലൊരു കാറ്റൊക്കെ കളിച്ചിട്ട് പറ്റുള്ള. ഒരു നന്മ കാണിക്കാൻ പോവാണ്. ഇവിടെ ഒരു കുരങ്ങനുണ്ട്. കുരങ്ങന് ഞാൻ പെനാണ് കഷ്ടപ്പെട്ട് വാങ്ങി കൊടുക്കാൻ പോവാണ്. ഇനി നമ്മൾ അടുത്ത 2 കുരങ്ങന്മാർ കൂടി കൊടുക്കാൻ പോവാണ്. Super. ഇതാണ് മാജിക് മഷ്റൂം പോലെ ഇരിക്കുന്ന ഒരു മഷ്റൂം. ഈ മഷ്റൂമിന് എന്താണ് പ്രത്യേകത? കഞ്ചാവ്. നമ്മള് തിന്നതിനാ. പക്ഷെ ഇത് ആ മഷ്റൂം അല്ല, അതുപോലെ ഇരിക്കുന്ന ഒരു മഷ്റൂമാണ്. കളർഫുൾ ആവും. മാജിക് മഷ്റൂം ഇവിടെ കിട്ടൂല. ഇപ്പൊ തൽക്കാലം വേറെ മഷ്റൂം. ഓക്കെ ഗായ്സ്, ഇതായിരുന്നു അപ്പൊ നമ്മുടെ നമ്മുടെ ഷൂട്ടിംഗ് പ്ലേസ്. ഇവിടെ കുറെ ഷൂട്ടിങ്സും കുറെ മൂവീസും എല്ലാം നടന്നിട്ടുള്ള സ്ഥലമാണിത്. ഞങ്ങളങ്ങനെ ഇവിടെ എല്ലാം കണ്ടു കഴിഞ്ഞു. ഇവിടെ കുറേ ഷോപ്പുകളുണ്ടായി. ഇവിടെ നിന്നൊക്കെ ഓരോന്നൊക്കെ വാങ്ങി തിന്നു ഞങ്ങള്. പിന്നെ എല്ലാവരും ഇവിടെ ഇങ്ങനെ എൻജോയ് ചെയ്യണം. നല്ല രസം. നല്ലൊരു കാറ്റാണ് അതിൻ്റെ മുകളിലേക്ക് ചെല്ലുമ്പോൾ. മലയുടെ മുകളിൽ ചെല്ലുമ്പോൾ അപ്പോൾ നല്ലൊരു കാറ്റും നല്ല വ്യൂവും എല്ലാം ഉണ്ട്. നിങ്ങളെല്ലാവരും ഊട്ടിയിൽ വന്നാൽ ഇവിടെ എന്തായാലും വരണം. Okay, this is must try.